നമസ്തേ, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഹീൽ യുവർ ലൈഫ് പ്രോഗ്രാമിലേക്ക്. ഈ പ്രോഗ്രാം നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് കോഴിക്കോട് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന സ്ഥാപനമാണ്. പ്രാണിക് ഹീലിംഗ് സെന്ററാണ് സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷൻ. ഈ പ്രോഗ്രാം പബ്ലിക്കിനുള്ളതാണ്, പ്രാണിക് ഹീലേഴ്സിന് ഉള്ളതല്ല. ഓൾറെഡി പ്രാണിക് ഹീലിംഗ് പഠിച്ച ആളുകൾ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളും പരിശീലനങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻസ് തലങ്ങൾ പഠിച്ചവരാണ് കോഴ്സിൽ. ഇത് നമ്മൾ പബ്ലിക്കിനായിട്ട് നൽകുന്ന ലളിതമായിട്ടുള്ള പരിശീലനങ്ങളാണ്. പ്രാണിക് ഹീലിംഗ് പഠിക്കാത്ത ആളുകൾക്കായിട്ട് നൽകുന്ന ലളിതമായിട്ടുള്ള പരിശീലനങ്ങളാണ് ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. എന്താണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം. അതിനുശേഷം നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രാണിക് ഹീലിംഗിന്റെ ഒരു ഇൻട്രൊഡക്ടറി സെഷനിലൂടെ നിങ്ങൾക്ക് ഇതിന്റെ ബേസിക് കാര്യങ്ങളെ കുറിച്ച് പറയും. അതിനുശേഷം നമ്മുടെ ലളിതമായ പരിശീലനങ്ങൾ, കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ലളിതമായ പരിശീലനങ്ങൾ, ഇതെല്ലാമാണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഒന്ന്, പ്രാണിക് ഹീലിംഗ് എന്നുള്ള പദം പ്രാണ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് വന്നത്. പ്രാണ പറഞ്ഞാൽ ലൈഫ് എനർജി, ജീവശക്തി എന്നർത്ഥം. ജീവശക്തിക്ക് അല്ലെങ്കിൽ ലൈഫ് എനർജിക്ക് ഭാരത പാരമ്പര്യത്തിൽ ഇന്ത്യയിൽ പറയുന്ന പേരാണ് പ്രാണ. ചൈനക്കാർ അതിന് പറയുന്ന പേര് ചി എന്നാണ്. ചി. ജപ്പാൻകാർ കി എന്ന് പറയും, കി. അതേപോലെ പല ഭാഷയിൽ പല പേരിലാണ് ഇത് അറിയപ്പെടുക. സാൻസ്ക്രിറ്റ് വേർഡാണ് പ്രാണ. സോ ഹീലിംഗ് യൂസിങ് പ്രാണ, അതാണ് പ്രാണിക് ഹീലിംഗ്. പ്രാണ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹീലിംഗ്. എങ്ങനെയാണ് പ്രാണ ഉപയോഗിച്ചുകൊണ്ട് ഹീൽ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെ പ്രാണശക്തി ഉപയോഗിച്ചുകൊണ്ട് ശാരീരിക രോഗങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എങ്ങനെയാണതെന്നുള്ളത്. ഇപ്പൊ പ്രാണിക് ഹീലിംഗിന്റെ അടിസ്ഥാനമായിട്ടുള്ള രണ്ട് നിയമങ്ങളാണുള്ളത്. രണ്ട് അടിസ്ഥാന നിയമങ്ങളാണ് പ്രാണിക് ഹീലിംഗിനുള്ളത്. ഒന്ന്, പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് റിക്കവറി എന്നാണ് ഒന്നാമത്തെ നിയമത്തിന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് റിക്കവറി പറഞ്ഞാൽ നമ്മുടെ ഭൗതിക ശരീരത്തിന് സ്വയം സുഖപ്പെടാനുള്ള കഴിവുണ്ട്. ഒന്നുകൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു പരിധി വരെ നമ്മുടെ ഭൗതിക ശരീരത്തിന് സ്വയം സുഖപ്പെടാനുള്ള കഴിവുണ്ട്. ചെറിയ മുറിവ്, ചെറിയ പൊള്ളൽ, ഇതൊക്കെ വരുന്ന സമയത്ത്, ചെറിയ രോഗങ്ങളൊക്കെ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ശരീരത്തിനെ സുഖപ്പെടുത്തും. ഒന്നും ചെയ്യാതെ പറഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കുക പോലും ഇല്ല. ചെറിയ മുറിവെല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക പോലും ഇല്ല. സോ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിലോ കുറച്ച് സമയത്തിനുള്ളിലോ അത് ഹീലായതായിട്ട് കാണാം. ഇങ്ങനെ നമ്മുടെ ഭൗതിക ശരീരത്തിന് മറ്റുപാധികളൊന്നും കൂടാതെ ഒരു പരിധി വരെ സ്വയം സുഖപ്പെടാനുള്ള കഴിവുണ്ട്. ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് റിക്കവറി എന്ന് പറയുന്നത്. സ്വയം സുഖപ്പെടൽ നിയമം എന്ന് പറയും. പ്രാണിക് ഹീലിംഗിന്റെ അടിസ്ഥാന നിയമങ്ങളിൽ ഒന്നാമത്തതാണ്. രണ്ടാമത്തെ നിയമം പറയും പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് എനർജി. പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് എനർജി അല്ലെങ്കിൽ ജീവശക്തി നിയമം. ജീവശക്തി നിയമം എന്താണെന്ന് വെച്ചാൽ, ജീവശക്തി നിയമം, ജീവശക്തി നിയമത്തിൽ നമ്മൾ ആദ്യം ജീവശക്തി എന്താന്ന് പഠിക്കണം. ജീവശക്തി, ജീവശക്തി പറയുന്നത് നമ്മളെ ശരീരത്തെ ആരോഗ്യത്തോടെ ഊർജ്ജസ്വലതയോടെ നിലനിർത്തുന്ന ശക്തി വിശേഷമാണ് ജീവശക്തി. ഓക്കെ. സോ ഈ ജീവശക്തി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്, ഉന്മേഷത്തോടെ ഇരിക്കുന്നത്, ഊർജ്ജസ്വലതയോടെ ഇരിക്കുന്നത്. ഓക്കെ. നമ്മൾ ചില ആളുകളെ കൊണ്ട് പറയും ഇയാളൊരു ജീവൻ ഇല്ലാത്തവനാണ്, അല്ലെങ്കിൽ ഇയാളൊരു ജീവില്ലാത്തവനാണ് എന്നൊക്കെ പറയും. ഓരോ പ്രദേശങ്ങളിൽ ഓരോ പേരിലാണ്, ഓരോ സ്ഥലങ്ങളിൽ. അതിനർത്ഥം അയാളുടെ ജീവൻ ഇല്ല, അയാൾ മരിച്ച ആളൊന്നല്ല. അയാൾ ഒരു ഉഷാറില്ലാത്ത ആളാണ്, ഉന്മേഷം ഇല്ലാത്ത ആളാണ്, വേണ്ടത്ര പ്രസരിപ്പില്ലാത്ത ആളാണ്, അല്ലെങ്കിൽ വേണ്ടത്ര ആരോഗ്യവാനല്ല, അല്ലെങ്കിൽ വേണ്ടത്ര എനർജറ്റിക് അല്ല. അപ്പൊ എന്താണ് ഇവിടെ ആ ജീവൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ജീവൻ എന്ന് പറയുന്ന പദം യഥാർത്ഥത്തിൽ ജീവശക്തിയാണ്. കാരണം ആ ജീവശക്തിയാണ് നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നത്, ഊർജ്ജസ്വലതയോടെ നിലനിർത്തുന്നത്, ഉന്മേഷത്തോടെ പ്രസരിപ്പോട് കൂടി നിലനിർത്തുന്നത്. ഇത് കുറവുള്ള ഒരാളെ കൊണ്ട് നമ്മൾ പറയും അയാൾ ഒരു ജീവനില്ലാത്തവനാണ്, അല്ലെങ്കിൽ അയാൾ ഒരു ജീവില്ലാത്തവനാണെന്നെല്ലാം പറയും. ഓക്കെ. അപ്പൊ എന്താ ലൈഫ് എനർജി? ലൈഫ് എനർജി ഈസ് ദ എനർജി ദാറ്റ് കീപ്സ് അവർ ബോഡി ആക്റ്റീവ്, അലൈവ് ആൻഡ് ഹെൽത്തി. ആരോഗ്യത്തോടെ, ഊർജ്ജസ്വലതയോടെ, ഉന്മേഷത്തോടെ നമ്മളെ നിലനിർത്തുന്ന ശക്തി വിശേഷമാണ് ജീവശക്തി. ഇനി
ജീവശക്തി നിയമം പറയാണ് നമ്മുടെ ശരീരത്തിലുള്ള ജീവശക്തിയുടെ അളവ് വർദ്ധിപ്പിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിന്റെ സുഖപ്പെടാനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കാനാകും. ജീവശക്തി നിലവിൽ നമ്മുടെ ശരീരത്തിന് സുഖപ്പെടാനുള്ള കഴിവ് ഇത്രയാണ്, വളരെ കുറവാണ്. നമ്മൾ പറഞ്ഞ ചെറിയ മുറിവും പൊള്ളലൊക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ രോഗങ്ങളെയാണ് ഈ സുഖപ്പെടാനുള്ള കഴിവ് കൊണ്ട് സുഖപ്പെടുത്താൻ സാധിക്കുന്നതെന്നുണ്ടെങ്കിൽ, ജീവശക്തി വർദ്ധിക്കുമ്പോൾ ഈ സുഖപ്പെടാനുള്ള കഴിവും വർദ്ധിക്കും. ഈ സുഖപ്പെടാനുള്ള കഴിവ് വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കുറച്ചുകൂടെ ഗുരുതരമായ രോഗങ്ങളെ സ്വയം സുഖപ്പെടുത്താൻ ശരീരത്തിന് സാധിക്കും, മറ്റു ഉപാധികളൊന്നും കൂടാതെ. ഇങ്ങനെ ശരീരത്തിലെ ജീവശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാണശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ശരീരത്തിന്റെ സ്വയം സുഖപ്പെടാനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കുകയാണ് പ്രാണിക് ഹീലിംഗിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് എന്തെല്ലാം സാധിക്കും? ഇങ്ങനെ ചെയ്യുന്നത് വഴി ലളിതമായ രോഗങ്ങൾ അല്ലെങ്കിൽ വലിയ മാരകമല്ലാത്ത രോഗങ്ങളൊക്കെ നമുക്ക് മറ്റ് ഉപാധികളൊന്നും കൂടാതെ, മറ്റ് ചികിത്സകളൊന്നും കൂടാതെ തന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. അതേ സമയത്ത് കുറച്ചുകൂടെ ഗുരുതരമായ രോഗങ്ങൾ, മാരകമായ രോഗങ്ങളൊക്കെ ആകുമ്പോൾ മറ്റ് ചികിത്സകളുടെ കൂടെ പ്രാണിക് ഹീലിംഗ് ചെയ്യാം. മറ്റ് ചികിത്സകളുടെ കൂടെ പ്രാണിക് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ആ ചികിത്സ വഴിയുള്ള രോഗശമനം ഉണ്ടാവും. അതേപോലെ ശരീരത്തിന്റെ രോഗം സുഖപ്പെടാനുള്ള കഴിവ് വർദ്ധിക്കുന്നത് വഴിയുള്ള രോഗശമനം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ റേറ്റ് ഓഫ് ഹീലിംഗ്, രോഗം ശമിക്കാനുള്ള ആ വേഗത്തിലാവുകയും വളരെ വേഗത്തിൽ നമുക്ക് രോഗശമനം ഉണ്ടാവുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് ഈ ശരീരത്തിലെ ജീവശക്തി വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ശരീരത്തിലെ ജീവശക്തി വർദ്ധിപ്പിച്ച് അയാളുടെ സുഖപ്പെടാനുള്ള കഴിവിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് അയാളെ സുഖപ്പെടുത്തുക. ഇതാണ് പ്രാണിക് ഹീലിംഗിലൂടെ ചെയ്യുന്നത്. ഇത് വേറെ ആളെ സുഖപ്പെടുത്താൻ വേണ്ടിയില്ല, നമുക്ക് നമ്മുടെ ശരീരത്തിലെ ജീവശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മളെ ശരീരത്തെ സുഖപ്പെടുത്താൻ പറ്റും. അതേപോലെ മറ്റൊരാളുടെ ശരീരത്തിലെ ജീവശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് അയാളുടെ ശരീരത്തെയും വേഗത്തിൽ സുഖപ്പെടുത്താൻ സഹായിക്കാൻ നമുക്കാവും. ഓക്കെ, നോക്കാം എങ്ങനെയാണ് ശരീരത്തിലെ ജീവശക്തി വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളത്. ഇത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള പ്രോസസ്സ് പറയാൻ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കഥ ബൈബിളിലെ ഒരു കഥയാണ്. വർഷങ്ങളായിട്ട് രക്തസ്രാവം മൂലം ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ യേശുദേവനാൽ സുഖപ്പെട്ട കഥ. ധാരാളം ആളുകൾ കൂടി നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് യേശുദേവനോട് സംസാരിക്കാനോ രോഗവിവരം പറയാനൊന്നും സാധിച്ചില്ല. തിരക്കിൽ എങ്ങനെയോ അവർ യേശുദേവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിക്കും. ആ സമയത്ത് അദ്ദേഹം പറയും, എന്നെ ആരോ സ്പർശിച്ചിട്ടുണ്ട്, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ ആൾക്കൂട്ടത്തിൽ ആ സ്ത്രീ പറയും, അങ്ങയെ സ്പർശിച്ചത് ഞാനാണ്, ഞാൻ സുഖം പ്രാപിച്ചു. ഈ കഥ ക്രിസ്തീയ പാരമ്പര്യത്തിൽ ഈ കഥ പറയുന്നത് ട്രാൻസ്ഫറൻസ് ഓഫ് എനർജിയെ പ്രകീർത്തിക്കാൻ വേണ്ടിയല്ല, മറിച്ച് വിശ്വാസത്തെ പ്രകീർത്തിക്കാനാണ്. വിശ്വാസത്തോടു കൂടി ക്രൈസ്റ്റിന്റെ വസ്ത്രത്തിൽ സ്പർശിച്ച രോഗി സുഖം പ്രാപിച്ചു എന്നാ പറയാം. പക്ഷെ നമ്മളിവിടെ അതേ സമയത്ത് ബൈബിള് നിങ്ങൾ വായിച്ച ആൾക്കാർക്കോ ഈ കഥ കേട്ടവർക്കോ അറിയാം, ക്രൈസ്റ്റ് പറഞ്ഞത് ഇങ്ങനെയാണ്, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഊർജം പുറപ്പെട്ടിരിക്കുന്നു എന്നാണ്. സോ ക്രൈസ്റ്റിൽ നിന്നുള്ള എനർജി ആ രോഗിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ആ രോഗിയുടെ ലൈഫ് എനർജിയുടെ അളവ് വർദ്ധിക്കുകയും ചെയ്തു. അപ്പോഴെന്താ നമ്മൾ നേരത്തെ പറഞ്ഞത്? ആ ശരീരത്തിലെ ലൈഫ് എനർജിയുടെ അളവ് വർദ്ധിക്കുമ്പോൾ ശരീരത്തിന്റെ സുഖപ്പെടാനുള്ള കഴിവ് വർദ്ധിക്കും. അങ്ങനെ ശരീരം സ്വയം സുഖപ്പെടും. അപ്പോഴിത് കേൾക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. കാരണം ബൈബിളിൽ പറയുന്ന പ്രകാരം 12 വർഷക്കാലം അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഏകദേശം 12 വർഷക്കാലാണെന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും വർഷമായിട്ടുള്ള ബ്ലീഡിങ് ഡിസോർഡർ ക്രൈസ്റ്റിനെ തൊട്ട മാത്രയിൽ തന്നെ സുഖപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ അത് സത്യമാണ്. നമ്മുടെ ബ്രെയിൻ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സത്യമാണ്. കാരണം ശരീരത്തിലെ പ്രാണ വർദ്ധിക്കുന്നത് വഴി, ജീവശക്തി വർദ്ധിക്കുന്നത് വഴി ശരീരത്തിൽ സംഭവിക്കുന്ന ആക്സിലറേറ്റഡ് റേറ്റ് ഓഫ് ഹീലിംഗ്, നമ്മുടെ ശരീരത്തിന്റെ സുഖപ്പെടാനുള്ള കഴിവ് എത്ര മടങ്ങ് വർദ്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും രോഗിയിലേക്ക് പ്രാണ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് രോഗിയുടെ ശരീരത്തിന്റെ ഊർജം ലൈഫ് എനർജി വർദ്ധിപ്പിക്കുന്ന സമയത്ത് എത്രയോ വർഷങ്ങളായിട്ടുള്ള രോഗങ്ങൾ വളരെ ചെറിയ സമയം കൊണ്ട് അത്ഭുതകരമായിട്ട് സുഖപ്പെടും. ഇത് രോഗികളെയല്ല അത്ഭുതപ്പെടുത്തുന്നത്, യഥാർത്ഥത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള പ്രാണിക് ഹീലിംഗ് ചികിത്സ ചെയ്യുന്ന പ്രാണിക് ഹീലേഴ്സിനെ വരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത്ര വേഗത്തിൽ ഇത് സുഖപ്പെടുവോ അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഈ മാറ്റം ഉണ്ടാവുമോ എന്നുള്ളത് ഒരു ഹീലർക്ക് പോലും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രാണ വർദ്ധിപ്പിച്ചുകൊണ്ട്
സംഭവിക്കുന്ന ഹീലിംഗ് എന്നല്ല പറയാം, മിറാക്കിൾസ് എന്നാ പറയാം, അത്ഭുതങ്ങൾ എന്നാ പറയാം. ക്രൈസ്റ്റ് ചെയ്ത ഹീലിംഗിനെ നമ്മൾ ഹീലിംഗ് എന്നല്ല പറയാം, അത്ഭുതങ്ങളായിട്ടാണ് എല്ലാവരും കാണുന്നത്. യഥാർത്ഥത്തില് പ്രാണ വർദ്ധിക്കുന്നത് വഴി, ശരീരത്തിൽ വർദ്ധിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിന്റെ രോഗശമന തോത് എത്ര കണ്ട് വർദ്ധിക്കുന്നു, അതുവഴി നമ്മുടെ ശരീരത്തിന് രോഗശമിപ്പിക്കാനുള്ള കഴിയും, അല്ലെങ്കിൽ ശരീരത്തിലെ രോഗശാന്തിയും എത്ര അളവില് എത്ര വേഗത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് ഈ എല്ലാവർക്കും അത്ഭുതം തോന്നിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രാണിക് ഹീലിംഗ് പുസ്തകത്തിന്റെ പേര് തന്നെ മിറാക്കിൾസ് ത്രൂ പ്രാണിക് ഹീലിംഗ് അല്ല, ഹീലിംഗ് ത്രൂ പ്രാണിക് ഹീലിംഗ് അല്ല, മിറാക്കിൾസ്. ഇപ്പൊ പ്രാണ വർദ്ധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് അത്ഭുതമാണ്. അത്ഭുതകരമായിട്ട് കാലപ്പഴക്കമുള്ള രോഗങ്ങൾ, ഗുരുതരമായ രോഗങ്ങളൊക്കെ സുഖപ്പെടുന്നതാണ്. ഇനി ഇത് പറയുമ്പോൾ എല്ലാ കേസിലും ഇങ്ങനെയല്ല. നമ്മൾ ഈ ക്രൈസ്റ്റിന്റെ കഥയിൽ മിറാക്കിൾസ് എന്ന് പറയുന്നപ്പോൾ ആ ട്രാൻസ്ഫറൻസ് ഓഫ് എനർജി എന്നുള്ള ഭാഗം പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ കാലപ്പഴക്കമുള്ള രോഗങ്ങളോ ഗുരുതരമായ രോഗങ്ങളോ ഒക്കെ ഹീൽ ചെയ്യാൻ കൂടുതൽ സമയം ആവശ്യമാണ്. കാരണം പ്രാണ വർദ്ധിപ്പിച്ചത് വഴി ശരീരത്തിന് സുഖപ്പെടാനുള്ള കഴിവ് വർദ്ധിക്കും. എന്നാലും ശരീരത്തിൽ ഒരു മിനിമം സമയം ആവശ്യമുണ്ട് ഈ പ്രൊസീജിയർ എല്ലാം നടക്കാനും, ശരീരത്തിൽ വേണ്ട റിപ്പയർ നടക്കാനൊക്കെ വേണ്ട മിനിമം സമയമുണ്ട്. അതിനെ വേഗത്തിലാക്കുകയാണ് പ്രാണ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രാണിക് ഹീലിംഗിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രാണിക് ഹീലിംഗ് എപ്പോഴും ക്ലെയിം ചെയ്യുന്നത് ലളിതമായ രോഗങ്ങൾ, ലഘുവായ രോഗങ്ങളൊക്കെ വളരെ വേഗത്തിൽ സുഖപ്പെടുത്താനും ഗുരുതരമായിട്ടുള്ളതും കാലപ്പഴക്കമുള്ള രോഗങ്ങളും സുഖപ്പെടാൻ താരതമ്യേന സമയമെടുക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇത് പറയുന്നത് ഈ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് അത്ഭുതം ജനിപ്പിക്കുന്നതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇനി എന്താണ് ട്രാൻസ്ഫറൻസ് ഓഫ് പ്രാണ? രോഗിയിലേക്ക് പ്രാണ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയയാണ് ട്രാൻസ്ഫറൻസ് ഓഫ് പ്രാണ. സോ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് എന്തോ ഒരു അത്ഭുത പ്രതിഭാസമാണ്. അങ്ങനെ ഈ ട്രാൻസ്ഫറൻസ് ഓഫ് പ്രാണ പറയുന്നത് ഒരു അത്ഭുത പ്രതിഭാസം ഒന്നല്ല. പ്രാണ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നടക്കുന്നത് അത്ഭുതമാണെങ്കിലും ട്രാൻസ്ഫറൻസ് ഓഫ് പ്രാണ പറയുന്നത് ഈസ് എ നാച്ചുറൽ പ്രോസസ്. പ്രാണ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ഞാനും നിങ്ങളൊക്കെ അത് എത്രയോ കാലം മുന്നേ, അല്ലെങ്കിൽ സദാ എല്ലാ ദിവസവും ഞാനും നിങ്ങളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയില്ല ഇത് പ്രാണ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് സംഭവിച്ചതാണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. ചില സമയത്ത് നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോഴോ വിഷമിച്ചിരിക്കുമ്പോഴോ വേണ്ടത്ര എനർജറ്റിക് അല്ലാതെ ഇരിക്കുമ്പോഴോ നമ്മൾ പറയുന്ന ഒരു മൂഡ് ഓഫ് ആണ്, ഇന്ന് ഡേ ഒരു സുഖമില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ, അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മളൊന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ചില വ്യക്തികളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ സമീപത്തിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതൊക്കെ വഴി നമ്മൾ പെട്ടെന്ന് റിക്കവർ ആവുകയും അതേപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ഉന്മേഷം തിരിച്ചു വരുന്നതുകൊണ്ടാണ്. അതേപോലെ ചില ദിവസങ്ങൾ നമ്മൾ നല്ല ഉന്മേഷത്തോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, നല്ല മൂഡിലിരിക്കുന്ന സമയത്ത് ചില ആളുകളുടെ സാന്നിധ്യം കൊണ്ടോ ചില ആളുകളുടെ സംസാരം കൊണ്ടോ ചില സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന വഴി നമ്മൾ ചിലപ്പോൾ ഡൗൺ ആവാം. എന്താ ഇതിന്റെ കാരണം? നല്ലതോ ചീത്തയായിട്ടുള്ള എനർജി നമ്മളിൽ നിന്ന് അവരിലേക്കോ അവരിൽ നിന്ന് നമ്മളിലേക്കോ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് കൊണ്ടാണ്. അപ്പൊ ഇത് പറയുമ്പോൾ ചില ആളുകൾ നല്ല ആൾക്കാരാണെന്നോ ചില ആൾക്കാർ മോശം ആൾക്കാരാണെന്നോ പറയാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത്. അങ്ങനെ എനർജിയും ആൾക്കാരും ഒന്നും തന്നെ ഒരാളും പൂർണ്ണമായിട്ടും നല്ല ആൾക്കാരും ഒരാളും പൂർണ്ണമായിട്ടും മോശമില്ല. അതേപോലെ ഒരു എനർജിയും പൂർണ്ണമായിട്ടും നെഗറ്റീവും പൂർണ്ണമായിട്ടും പോസിറ്റീവും ഇല്ല. നമുക്ക് അതിലുണ്ടാക്കുന്ന സ്വാധീനം, ചില നല്ല വ്യക്തികൾ ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം മോശമാണെങ്കിൽ നമുക്ക് അവരത്ര നല്ല ആൾക്കാരല്ല, നമുക്കത് മോശമാണ്. പക്ഷെ എത്രയോ ആൾക്കാർക്ക് അവർ നല്ല ആൾക്കാരാണ്. ഇതേപോലെ തന്നെയാണ് എനർജി. നല്ലതും മോശവും എന്ന് പറയുന്നത് അതിന്റെ സ്വാധീനം എങ്ങനെ നമ്മളെ ഇത് സ്വാധീനിക്കുന്നു എന്നുള്ളത് ആശ്രയിച്ചാണ് ഇരിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ പ്രാണ ട്രാൻസ്ഫർ ചെയ്യുന്ന വഴി രോഗിയിലെ അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ ഊർജത്തിന്റെ അളവ് വർദ്ധിക്കും. 3 കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഇത്രയും നേരം കഥയെല്ലാം പറഞ്ഞത്. ഒന്ന്, ശരീരത്തിന് സുഖപ്പെടാനുള്ള കഴിവുണ്ട്, സ്വയം സുഖപ്പെടാനുള്ള കഴിവുണ്ട്. 2, ശരീരത്തിൽ പ്രാണശക്തി അല്ലെങ്കിൽ ജീവശക്തി ഉണ്ട്. 3, ഇത് വർദ്ധിക്കുന്നത് വഴി ശരീരത്തിന്റെ സുഖപ്പെടാനുള്ള കഴിവ് വർദ്ധിക്കുകയും ശരീരം അത്ഭുതകരമാവും വണ്ണം സുഖപ്പെടുകയും ചെയ്യും. 4, എങ്ങനെയാ ഇത് ചെയ്യുന്നത്? പ്രാണ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ്, രോഗിയിലേക്ക് പ്രാണ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ട്രാൻസ്ഫറൻസ് ഓഫ് പ്രാണ. ഇനി പ്രാണ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മളെ ശരീരത്തിൽ നിന്ന് പ്രാണ രോഗിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മളുടെ പ്രാണ അല്ലെങ്കിൽ ലൈഫ് എനർജിയുടെ അളവ് കുറയില്ലേന്ന്. ഈ സിസ്റ്റത്തില് നമ്മൾ ചുറ്റുപാടിൽ നിന്നും പ്രാണ സ്വീകരിച്ച് നമ്മുടെ ശരീരത്തിലെ പ്രാണന്റെ അളവ് വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് രോഗിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രാണ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മളുടെ
പ്രാണ കുറയാനുള്ള സാധ്യത കുറവാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നില്ല. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് പ്രാണ, അല്ലെങ്കിൽ ലൈഫ് എനർജി എന്താണെന്നാ പറഞ്ഞത്. നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്തുന്ന, ആരോഗ്യത്തോടെ മാത്രമല്ല, നമ്മുടെ ശരീരത്തെ ഉന്മേഷത്തോടെ ഊർജ്ജസ്വലതയോടെ നിലനിർത്തുന്ന ശക്തിയാണ് പ്രാണ. അപ്പൊ പ്രാണ വർദ്ധിക്കുമ്പോൾ ഒരാളുടെ രോഗശമനം മാത്രമല്ല, അയാളുടെ ആരോഗ്യം മാത്രമല്ല വർദ്ധിക്കുന്നത്, അയാൾ നല്ല എനർജറ്റിക് ആവും, അയാൾ നല്ല മാനസിക ഉല്ലാസമുള്ള ആളാവും, വൈകാരിക ഉല്ലാസമുള്ള ആളാവും, അയാൾ നല്ല ഉന്മേഷമുള്ള ആളാവും, അയാൾ നല്ല എനർജറ്റിക് ആവും. ഇതുവഴി അയാളുടെ ജീവിതത്തിലെ സകല മേഖലകളിലും ആ മികവ് അയാൾക്ക് കാണാൻ സാധിക്കും. സോ പ്രാണ വർദ്ധിക്കുന്നത് വഴി ജസ്റ്റ് അയാളുടെ ആരോഗ്യം മാത്രമല്ല വർദ്ധിക്കുന്നത്, പ്രാണ വർദ്ധിക്കുന്നത് വഴി അയാളുടെ സമാധാനം വർദ്ധിക്കും, അയാളുടെ സന്തോഷം വർദ്ധിക്കും, അയാളുടെ ജോലി ചെയ്യാനുള്ള അയാളുടെ കാര്യക്ഷമത വർദ്ധിക്കും, അദ്ദേഹത്തിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. ഇതുവഴി അയാളുടെ ജീവിതത്തിൽ വലിയ ഭൗതിക മാറ്റങ്ങളും വലിയ സമ്പദ് സമൃദ്ധിയും അയാളുടെ ജീവിത നിലവാരം വലിയ അളവിൽ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിന് ഹീൽ യുവർ ലൈഫ് എന്നിട്ടത്. ഹീൽ യുവർ ബോഡി എന്നല്ല. പ്രാണ വർദ്ധിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ മാത്രം സുഖപ്പെടുത്തില്ല, പ്രാണ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മളെ ജീവിതത്തെ തന്നെ നമുക്ക് സൗഖ്യപ്പെടുത്താനാവും, ജീവിതത്തെ തന്നെ നമുക്ക് ഉയർന്ന നിലവാരത്തിലേക്ക് മാറ്റാനാവും, അല്ലെങ്കിൽ ജീവിത നിലവാരം നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കും. സോ അതിന് വേണ്ട ലളിതമായ പരിശീലനങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ മിനിമം ചില കാര്യങ്ങൾ, എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രാണ നിലനിൽക്കുന്നു അല്ലെങ്കിൽ പ്രാണ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാമെന്നുള്ളത്. ഓൾറെഡി ഒരു പക്ഷേ ഈ പരിശീലനങ്ങൾ നിങ്ങൾ പലരും ചെയ്തതാവാം, ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ എല്ലാവർക്കും അത് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ജീവശക്തി അല്ലെങ്കിൽ പ്രാണ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. എങ്ങനെയാ നോക്കാം. നിങ്ങൾ നിങ്ങളുടെ ഷോൾഡേഴ്സ് ഒക്കെ ഒന്ന് ഫ്രീ ആക്കി റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ രണ്ട് കൈകളുടെയും മധ്യഭാഗത്ത് ഇങ്ങനെ സ്പർശിക്കുക. ഒരു കൈയുടെ മധ്യഭാഗത്ത് സ്പർശിക്കുക, അടുത്ത കൈയുടെ മധ്യഭാഗത്ത് സ്പർശിക്കുക. നിങ്ങൾ ഒന്ന് രണ്ട് പേര് ഒരു ഹാൻഡ്സപ്പ് എല്ലാം കണ്ടു. നിങ്ങൾക്ക് ഞാനൊന്ന് കുറച്ച് കഴിഞ്ഞ് മൈക്ക് അൺമ്യൂട്ട് ചെയ്യും, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, രണ്ട് കൈയുടെയും മധ്യത്തിൽ സ്പർശിച്ചതിന് ശേഷം രണ്ട് കൈകൾ ഒരു 3 ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ പിടിക്കുക, ഫ്രീ ആയിട്ട് ഇങ്ങനെ പിടിക്കുക. നിങ്ങളുടെ രണ്ട് കൈകളുടെയും മധ്യഭാഗത്ത് നമ്മൾ ഈ തൊട്ട ഭാഗമുണ്ട്, അപ്പോൾ അതേപോലെ രണ്ട് കൈകളിലും ഇങ്ങനെ ഒരല്പം 3 ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ പിടിക്കുക. സാവധാനം ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് പുഞ്ചിരിയോടിരിക്കുക. വലിയ ഫോക്കസ് ഒന്നും വേണ്ട, വെറുതെ കൈ ഇങ്ങനെ പിടിച്ചാൽ മാത്രം മതി. എവിടെയും ശ്രദ്ധിക്കൊന്നും വേണ്ട, ഓവറായിട്ട് ഫോക്കസ് ചെയ്യേണ്ട, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് കൈ പിടിച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക, അതേപോലെ പിടിച്ചിരിക്കുക. നമ്മൾ രണ്ട് കൈയുടെയും മധ്യഭാഗത്ത് തൊട്ടിരുന്നു, രണ്ട് കൈയുടെയും മധ്യത്തിലും നമ്മൾ നേരത്തെ തൊട്ടിരുന്നു, രണ്ട് കൈയുടെയും നടുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. രണ്ട് കൈകൾ ഒരു 3 ഇഞ്ച് അകലെ, ഇത്ര അകലെയുള്ളൂ, ചലിപ്പിക്കേണ്ട, ബലം പിടിക്കൊന്നും വേണ്ട, വളരെ കൂളായിട്ട് ഫ്രീ ആയിട്ട് പിടിക്കുക കൈ. നേരത്തെ ആദ്യം നമ്മൾ രണ്ട് കൈകളുടെയും മധ്യത്തിൽ സ്പർശിച്ചിരുന്നു. നിങ്ങൾ ആ സ്പർശിച്ച ഭാഗം, നിങ്ങൾ ഇങ്ങനെ കൈകൾ പിടിച്ചിരിക്കുമ്പോൾ ആ സ്പർശിച്ച ഭാഗത്ത് നിങ്ങൾക്ക് എന്താ അറിയാൻ സാധിക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഓവറായിട്ട് ശ്രദ്ധിക്കേണ്ട, ജസ്റ്റ് അങ്ങനെ കൈകൾ പിടിച്ചിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ആ സ്പർശിച്ച ഭാഗത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പുഞ്ചിരിയോടെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഇനി നിങ്ങൾ കൈകൾ സാവധാനം ഇങ്ങനെ അകറ്റുകയും വീണ്ടും കൈകൾ ഇങ്ങനെ അടുപ്പിക്കുകയും, കൈകൾ ഇങ്ങനെ അകറ്റുമ്പോഴും വീണ്ടും കൈകൾ ഇങ്ങനെ അടുത്ത് വരുമ്പോഴും എന്താണ് നിങ്ങൾക്ക് കൈകൾക്കിടയിൽ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ കൈ ഇങ്ങനെ അകറ്റുന്നു, വീണ്ടും ഇങ്ങനെ കൈകൾ എടുക്കുന്നു. നിങ്ങളുടെ കൈകളുടെ മധ്യഭാഗത്ത് നമ്മളുടെ തൊട്ട സ്ഥലത്ത് ശ്രദ്ധിക്കാം, അതേപോലെ വിരലഗ്രങ്ങളിലൊക്കെ ശ്രദ്ധിക്കാം. ഇങ്ങനെ കൈ അകറ്റുമ്പോഴും കൈ അടുക്കുമ്പോഴും നമുക്ക് നമ്മുടെ കൈകളുടെ മധ്യഭാഗത്തോ വിരലഗ്രങ്ങളിലോ പ്രത്യേകിച്ച് എന്തെങ്കിലും അനുഭവിക്കാൻ സാധിക്കുന്നു. ഞാൻ നിങ്ങളുടെ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്താ അനുഭവപ്പെട്ടത് എന്നുള്ളതൊന്ന് മൈക്ക് ഓൺ ചെയ്ത് നിങ്ങൾക്ക് ഡിസ്കസ് പറയാം, ഷെയർ ചെയ്യാം. വീഡിയോ ഓൺ ചെയ്യുന്ന നിർബന്ധമല്ല, ആരും വീഡിയോ ഓൺ ചെയ്ത് കാണുന്നില്ല, വീഡിയോ മസ്റ്റ് അല്ല. ബട്ട് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാം, എന്തായിരുന്നു നിങ്ങൾക്ക് കയ്യിൽ അനുഭവപ്പെട്ടത് എന്നുള്ളത്. ആരെങ്കിലും ഷെയർ ചെയ്യും, മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല.
ഒരു മാഗ്നറ്റിക് പവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മാഗ്നറ്റിക് പവർ ഫീൽ ചെയ്യുന്നു. അത് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? മാഗ്നറ്റിക് പവർ എന്ന് പറയുമ്പോൾ കയ്യില് നമ്മള് ആ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആകർഷണം മീൻസ് ഇടയിൽ ഒരു ഫോഴ്സ് ഉള്ളത് പോലെ അല്ലേ? കറക്റ്റ്. ഓക്കെ താങ്ക് യു ഫോർ ഷെയറിംഗ്. മറ്റാരെങ്കിലും? ഓക്കെ, എനിവേ, നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ കൈയുടെ മധ്യഭാഗത്ത് ഒരു ഇളം ചൂട് അനുഭവപ്പെട്ടു? അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്തില്ലെങ്കിലും നിങ്ങൾ ആ റിയാക്ഷൻസിൽ നിങ്ങൾക്ക് കൈവെക്കാനും തംസപ്പ് കാണിക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്, അതെങ്കിലും ചെയ്യാം. ഓക്കെ, ഒരാൾക്ക്. ഓക്കെ, ഗുഡ്. എത്ര പേർക്ക് കൈകളുടെ മധ്യഭാഗത്ത് ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ, ഒരു തരിപ്പ് പോലെ അല്ലെങ്കിൽ ഒരു പൾസേറ്റിംഗ് പോലെ ഫീൽ ചെയ്തു? ആർക്കുമില്ല. ഓക്കെ, ഒരാൾക്ക്. ഗുഡ്. അറ്റ്ലീസ്റ്റ് നേരത്തെ ഇവർ പറഞ്ഞ പോലെ എത്ര പേർക്ക് കൈകൾക്ക് ഇൻ ബിറ്റ്വീൻ കൈക്കിടയിൽ ഒരു ഫോഴ്സ് ഉള്ളത് പോലെ അല്ലെങ്കിൽ ഒരു മർദ്ദം ഉള്ളത് പോലെ, നമ്മളിങ്ങനെ കൈ ഇങ്ങനെ അടുത്ത് വരുമ്പോൾ കൈക്ക് ഇടയിലായിട്ട് ഒരു പ്രഷർ ഉള്ളത് പോലെ ഫീൽ ചെയ്തു? ഓക്കെ, ഒരാൾ. ഗുഡ്. ചൂട് പോലെ എങ്ങനെ വരുന്നു? ചൂട് പോലെ, കൈക്ക് ചൂട് പോലെ തോന്നി. ഓക്കെ ഓക്കെ, താങ്ക് യു. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അത്രയും ഷെയർ ചെയ്തതിന് നന്ദി. നിങ്ങളെ മൈക്ക് ഒന്ന് വീണ്ടും മ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയാതെ ആരെങ്കിലും മൈക്ക് ഓൺ ആയിട്ട് ഒരു ശബ്ദത്തിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവേണ്ടതെന്നുള്ളതാണ്. നമുക്ക് എന്താണ് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതെന്ന് അറിയണ്ടേ? ഓക്കെ, സോ നമ്മളുടെ ശരീരത്തിൽ പ്രാണനുണ്ടെന്നും ഇത് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുന്നാണ്. ചുറ്റുപാടുള്ള പ്രാണന്റെ സോഴ്സ് ഒന്ന് പ്രധാനമായിട്ട് സൂര്യനാണ്. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള പ്രാണം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വേണ്ട ചുറ്റുപാടുള്ള വായുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. വായു പ്രാണന്റെ ഒരു സോഴ്സാണ്. എർത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് പ്രാണൻ ലഭിക്കുന്നുണ്ട്. സസ്യങ്ങളിൽ നിന്നും മരങ്ങളിൽ നിന്നൊക്കെ ശരീരത്തിന് വേണ്ട പ്രാണ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ പ്രാണന്റെ സോഴ്സാണ്. നമ്മുടെ ശരീരത്തിലേക്ക് ചുറ്റുപാടൊന്നും പ്രാണ സ്വീകരിക്കുന്ന എനർജി സെന്റേഴ്സ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ആ എനർജി സെന്റേഴ്സിന് പറയുന്ന പേര് ചക്രകൾ എന്നാണ്. ചക്രാസ്. ചക്രകൾ എന്ന് പറയുന്നത് എനർജി സെന്റേഴ്സ് ആണ്, ഊർജ കേന്ദ്രങ്ങളാണ് ചക്രകൾ. ഈ ചക്രകളാണ് ചുറ്റുപാടുന്നുള്ള പ്രാണ അല്ലെങ്കിൽ ലൈഫ് എനർജി സ്വീകരിച്ച് നമ്മുടെ ശരീരത്തെ ഊർജ്ജവൽക്കരിക്കുന്നത്. നമ്മുടെ കയ്യിൽ അതുപോലെ ചക്രകളുണ്ട്. ഇതിനാണ് ഹസ്തചക്രം അല്ലെങ്കിൽ ഹാൻഡ് ചക്ര പറയും. നിങ്ങൾ ശ്രദ്ധിച്ചത് വഴി, നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്തത് വഴി ആ ചക്ര ആക്ടിവേറ്റഡ് ആവുമ്പോൾ ചുറ്റുപാടൊന്നും പ്രാണ സ്വീകരിക്കുന്നതിന്റെ അളവ് കൂടും. അപ്പൊ നിങ്ങൾക്ക് ആ പ്രാണയുടെ നേച്ചർ, പ്രാണ ഇൻ ജനറൽ അത് ഒരു എന്താ പറയാ വാംത്ത് അല്ലെങ്കിൽ ചൂടാണ്. ആ ചൂടായിട്ട് ഫീൽ ചെയ്യും നമുക്ക് പ്രാണം. ഇനി ടിംഗ്ലിംഗ് സെൻസേഷൻ അറിയുന്നത് ഈ ചക്രയുടെ വേളിങ് കൊണ്ടാണ്. ഇതിന് ചക്ര എന്ന് പേര് വരാൻ തന്നെ കാരണം വേളിങ് കൊണ്ടാണ്. അപ്പൊ കൂടുതൽ പ്രാണ അബ്സോർബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ചക്ര ആക്ടിവേറ്റഡ് ആകുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് വേളി ചെയ്യുമ്പോൾ നമുക്കൊരു പൾസേറ്റിംഗ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ കൂടെ ഫീൽ ചെയ്യും. ഇനി ഇത് ചുറ്റുപാടുന്ന ഈ ചക്ര അബ്സോർബ് ചെയ്ത പ്രാണ നമ്മുടെ ബോഡിയിൽ നിറഞ്ഞ് ബോഡിക്ക് ചുറ്റും അതൊരു എനർജി ഫീൽഡ് ആയിട്ടിരിക്കും. നിങ്ങൾ ഓറ അല്ലെങ്കിൽ പ്രഭാവലയം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിന് ചുറ്റിലും ഒരു പ്രഭാവലയം ഉണ്ടെന്നെല്ലാം കേട്ടിട്ടുണ്ടാവും. സോ ഈ പ്രഭാവലയം അല്ലെങ്കിൽ ഈ എനർജി ഫീൽഡ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കൈ ഇങ്ങനെ ഈ എനർജി ഫീൽഡിലേക്ക് എത്തുമ്പോൾ യു ഫീൽ പ്രഷർ. നിങ്ങളുടെ കൈക്ക് ഒരു പ്രഷറോ ഒരു തടസ്സമായിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള പ്രാണ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് ഈ പ്രാണശക്തി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള എനർജി ഫീൽഡ് എങ്ങനെ കാണാൻ സാധിക്കുന്നു ചോദിക്കും. നിങ്ങളുടെ ബേസിക് കോഴ്സ് അല്ലെ പ്രാണി ഹീലിംഗിന്റെ കോഴ്സിൽ നമ്മളത് കാണുന്നത് എങ്ങനെയാണെന്നെല്ലാം പറയും. ഓൺലൈനിൽ നമുക്കത് അസൗകര്യം ഉള്ളത് കൊണ്ടാണ്. ഒരു ഓഫ്ലൈൻ സെഷൻ ആണെങ്കിൽ നിങ്ങൾ കോഴ്സ് കഴിയാത്ത ആൾക്കാർക്കും ഇത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഈ കാണാൻ സാധിക്കും. ഓറ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇത്രയും എടുത്ത ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ള ആൾക്കാർക്ക് ചോദിക്കാം. ഞാൻ നിങ്ങളെ മൈക്ക് ഒന്നും കൂടെ അൺമ്യൂട്ട് ചെയ്യാം. എന്തെങ്കിലും സംശയമുള്ളത്?
ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്? എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ ചോദിക്കാം. ആദ്യം മുതലേ കേൾക്കാൻ സാധിച്ചിട്ടില്ല. എന്റെ ഇടയിൽ ഓക്കെ. അപ്പൊ അതുകൊണ്ട് സംശയം ചോദിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്. ആദ്യം മുതലേ മറ്റേ സൂം ശരിയാവാണ്ടേ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ശരി, ആദ്യം മുതലേ സൂം ശരിയായ ആൾക്കാർക്ക് അല്ല, ഞാന് ചെയ്ത് ശരിയാവണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് സംശയമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ബേസ്. എന്ത്, നമ്മുടെ ബോഡിയുടെ പ്രാണ വർദ്ധിപ്പിക്കുക, നമ്മുടെ ബോഡിയുടെ പ്രാണ വർദ്ധിപ്പിക്കുക. ഇനി ഈ പരിശീലനത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് ലളിതമായ മാർഗത്തിലൂടെ നമ്മുടെ ശരീരത്തിന്റെ പ്രാണശക്തി വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. ലളിതമായ ചില മാർഗങ്ങളിലൂടെ ശരീരത്തിന്റെ പ്രാണശക്തി വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ചെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. കാരണം ഈവൻ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഒന്നും എനിക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് അടുത്ത സെഷൻസിലൊക്കെ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ സെഷന്റെ റെക്കോർഡിംഗ് ഞാനത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും, അത് നിങ്ങൾക്ക് കാണാം. നാളെ നമ്മളിതിന്റെ ബാക്കി എങ്ങനെ നമ്മുടെ ബോഡിയിലെ പ്രാണ നമുക്ക് ലളിതമായ മാർഗങ്ങളിലൂടെ വർദ്ധിപ്പിക്കാനും അതുവഴി എങ്ങനെ നമുക്ക് ശാരീരികമായിട്ടുള്ള സൗഖ്യം നേടാം, മാനസികമായിട്ടുള്ള സൗഖ്യം നേടാം, നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാം. ഇതൊക്കെ നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നതല്ല, മറിച്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പ്രാക്ടീസിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇനി മൺഡേ ആണ് സെഷൻ ഉള്ളത്. ആ മൺഡേ ഉള്ള സെഷനിൽ, തിങ്കളാഴ്ചയുള്ള സെഷനിൽ നമ്മൾ ചില പ്രാക്ടീസുകൾ ചെയ്യും. സോ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ശരീരത്തിലെ പ്രാണ അനുഭവിച്ചറിഞ്ഞു. ഇനി ഈ പ്രാണ വർദ്ധിക്കുമ്പോഴുള്ള അനുഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു വെരി മച്ച്. നമസ്തേ.